എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നേ ഒരുപാട് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കാണുന്നുണ്ട്. അത് എനിക്ക് തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ രാത്രി അല്ലെങ്കിൽ പകൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളറിയാതെ കാലൊന്ന് കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേനും നമ്മളെ മസിൽസ്, കാലിൻ്റെ രണ്ട് മസിലും ഇങ്ങനെ കയറി പിടിക്കുക, അല്ലെങ്കിൽ മസിൽ പിടുത്തം, മസിൽ കയറ്റം എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നിന്നും ഒരു രക്ഷ, അതിന് വേണ്ട വ്യായാമമാണ്. അപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്താലൊന്നും പറ്റത്തില്ല. ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ ചെയ്യണം. ഓക്കെ, അറിഞ്ഞ് ചെയ്യണം. നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ശരീരത്തിന് വേണ്ടി എപ്പോഴും മാറ്റി വെക്കണം. അതിന് മാത്രമേ നമുക്ക് സമയമില്ലാതുള്ളൂ. ഓക്കെ, നമ്മളൊരു വണ്ടിയൊക്കെ മോശമായി കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് റിപ്പയർ ചെയ്യും. ശരീരത്തിൻ്റെ എന്തെങ്കിലും വിഷമം വന്നാൽ അത് അവിടെ വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക. ഇത് വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. അത് പല രീതിയിലും ചെയ്യാം. നമുക്ക് നിങ്ങളുടെ സൗകര്യം പോലെ വീട്ടിലെങ്ങനെയൊക്കെയാണോ ആ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുവാന്ന്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ആ പുതിയ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തും. ഓക്കെ, പിന്നെ ബെല്ലൈക്കൺ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് നമുക്ക് വ്യായാമത്തിലേക്ക് കിടക്കാം. ഇതുപോലെ വല്ല സ്റ്റെയർ കേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉയർന്ന സ്ഥലങ്ങളിൽ നമ്മളെ ഉപ്പൂറ്റി ഈ ഹീല് പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കയറി നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കാരണം നേരെ നിന്ന് സപ്പോർട്ടില്ലാതെ നമ്മളിങ്ങനെ മുകളിലോട്ട് പൊങ്ങുമ്പം ചിലപ്പോൾ ബാലൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഞാൻ സ്റ്റെയർ കേസിൽ വന്നിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ അത് സപ്പോർട്ടിന് വേണ്ടി അതിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ മുകളിലോട്ട് കാലിൽ പൊങ്ങുക. അതിന് ഇത് ഞാൻ കാലിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ പാൻറ്റ് മുകളിലോട്ട് ആക്കിയത്. അപ്പോൾ ഇതുപോലെ നിന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വെക്കണം. കാലിൽ ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത്. കുറച്ച് നമുക്ക് ഒരു കംഫർട്ടബിളായിട്ട് കുറച്ച് ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നല്ല ഫുൾ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് വലിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മളെ ഞരമ്പുകൾക്ക്, നെർവ്സിനൊക്കെ നല്ല വ്യായാമം കിട്ടും, മസിൽസിന് വ്യായാമം കിട്ടും. ആ മസിൽസ് നല്ല ടൈറ്റായിരിക്കും. ഓക്കെ, ഇതുപോലെ നല്ല ടൈറ്റ്നെസ് വരും. അതുപോലെ തന്നെ അതിന് മസിൽസിൻ്റെ ഷേപ്പ് വരും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് കാലുകൾ ഇങ്ങനെ വലിക്കുമ്പം ചിലപ്പോൾ അത് എന്താ പറയേണ്ടത്, മസിൽസ് കയറുന്ന അല്ലെങ്കിൽ മസിൽസ് പിടുത്തം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഇല്ലാതായി കിട്ടും. ഓക്കെ, ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ വീട്ടിൽ എന്താ പറയേണ്ടത്, അച്ഛനും അമ്മക്കൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് നമ്മൾ ഒരു 100 പ്രാവശ്യം ഒന്നും എടുക്കുക. ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം എടുക്കുക, 15 എടുക്കുക, 20 എടുക്കുക. അങ്ങനെ കുറച്ച് നന്നായിട്ടൊരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20ൻ്റെ ഒരു 3 സെറ്റായിട്ട് ഒരു 10-50 പ്രാവശ്യം ഒരു രാവിലെ അത്രയും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മളെ കൈയുടെ വിരലുകൾ തരിപ്പ് വരിക, വിരൽ ബലക്കുറവ് പോലെ തോന്നുക രാവിലെ എഴുന്നേൽക്കുമ്പം. അതുപോലെ വിരലിൻ്റെ ഇങ്ങനെ മടക്കുമൊക്കെ അതിന് ഫോൾഡ് ചെയ്യുമൊക്കെ അതിനൊരു വലിയ പ്രശ്നം കാണിക്കും. അതിനൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണുക. അപ്പോൾ ഈ കൈയുടെ വിരലിൻ്റെ ഇതും ഈ കാലിൻ്റെ മസിൽ പിടുത്തവും എന്തായാലും ഡെയിലി നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് ഈ 2 പ്രോബ്ലം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കണ്ടിന്യൂ ചെയ്യണം. അല്ലാണ്ട് ഇന്നൊരു ദിവസം ചെയ്ത് പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു വട്ടം ചെയ്താലൊന്നും കാര്യമില്ല. ഒരു 10 പ്രാവശ്യമാണെങ്കിലും ഡെയിലി ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കയറി ചെയ്യുന്നതിന് പകരം വേറെ നമുക്ക് സ്റ്റെയർ കേസ് ഇല്ലെങ്കിൽ പുറത്ത് നമ്മൾ വരാന്തയിൽ സിറ്റ് ഔട്ടിൽ ഇതുപോലെ ഗ്രിൽസൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് വെളിയിൽ മുറ്റത്ത് എവിടെയെങ്കിലും നിന്ന് നമുക്ക് വല്ല ജനൽ പിടിച്ചിട്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒരു സപ്പോർട്ട് വേണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ സൈഡിൽ നിൽക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ 2 കാലും ഇങ്ങനെ നന്നായിട്ട് മുകളിലോട്ട് വലിക്കുക. ആ വെയിറ്റ് കാലയിൽ വരണം, അതാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഇത് ഞാനിങ്ങനെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പൊങ്ങുക, താഴുക. വളരെയേറെ ഉപകാരപ്രദമുള്ള ഒരു എക്സസൈസാണിത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ടീക്കെ, അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യുക. ഇതിനൊന്നും അങ്ങനെ ടൈമൊന്നുമില്ല. വ്യായാമം ഇത് ചെയ്യുന്നതിന് നമ്മൾ നടന്നുകൊണ്ടിരുന്നുകൊണ്ട് എവിടെയൊക്കെ ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരമൊക്കെ എഴുന്നേറ്റ് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ കൈയുടെ വ്യായാമം, ബോൾ പിടിച്ചുകൊണ്ടുള്ള
രണ്ട് കൈയിലും ബോൾ പിടിച്ചിട്ട് അതിൻ്റെ ഒരു വ്യായാമം ഞാൻ കാണിച്ചായിരുന്നു. അതൊക്കെ വളരെ ബെനിഫിഷ്യലായിട്ടുള്ള എക്സസൈസാണ്. പിന്നെ അതുപോലെ നടുവേദന ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, കഴുത്ത് വേദന ഉണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ H for Health and Happy എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലെത്തും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അത് ഉപകാരപ്രദം തോന്നിയാൽ നിങ്ങളത് അതിന് കമൻസൊക്കെ ഇട്ട് അല്ലെങ്കിൽ അതിന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സപ്പോർട്ടാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യമായി. ഓക്കെ, അതുപോലെ ഇതാ നോക്കും, നന്നായിട്ട് ഇങ്ങനെ വലിച്ച് ചെയ്യണം. ഓക്കെ, എന്നിട്ട് കുറച്ച് ഇടയ്ക്ക് നമ്മളിതുപോലെ കുറച്ച് അതിന് റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ കാലിൻ്റെ കുഴ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ കറക്കുക, കാലൊന്ന് പൊന്തിച്ചിട്ട് കുറച്ചിങ്ങനെ നമ്മളതിന് വ്യായാമം കൊടുക്കുക. ഒരു റെസ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിനൊരു എന്താ പറയണ്ടേ, കുറച്ച് അതിന് റെസ്റ്റ് തന്നെ, നിങ്ങൾക്ക് പറയാം റെസ്റ്റ് കൊടുക്കുക എന്ന് തന്നെ പറഞ്ഞാൽ മതി. അതിനെ കുറച്ച് ഫ്രീ ആക്കി കൊടുക്കുക, ഒന്ന് മസിൽസൊക്കെ ഒന്ന് ഇളക്കിയിട്ട്, എന്നിട്ട് പിന്നെ വീണ്ടും അതുപോലെ ചെയ്യാം. അതുപോലെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഫ്രീഡം കിട്ടും. ഇതുപോലെ ഒന്ന് ചെയ്യുക. കാല് മുകളിലോട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് അതിനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഏത് വ്യായാമം ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വാമപ്പ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ കാലിൻ്റെ എക്സസൈസ് ചെയ്യുമ്പം കുറച്ച് വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ അല്ലെങ്കിൽ പുറത്തൂടെ കുറച്ച് നന്നായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ചാടിയിട്ട് ഇങ്ങനെ ഓടുന്ന മാതിരി ഇങ്ങനെ വാമപ്പ് ചെയ്തിട്ട് നമ്മൾ കാലിന് കുറച്ച് വ്യായാമം മസിൽസിന് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെയുള്ള ഈ എക്സസൈസ് ചെയ്യാൻ. മസിൽ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരേ ഒരു വ്യായാമമാണ് ഇത്. ഓക്കെ, ഇതുകൂടാതെ ഒത്തിരി ഞാൻ വ്യായാമവും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ കുറക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ബദാം കഴിച്ചതിനെ കൊണ്ടുള്ള ഗുണം, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും സമയക്കുറവ് ഉണ്ടെങ്കിൽ കാണാതിരിക്കുക, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് കാലിന് കുറച്ച് എക്സസൈസ് കൊടുക്കുക, ഫോൾഡ് ചെയ്ത് മുകളിലോട്ട് വെക്കുക. ഇതുമാതിരി ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളിത് ചെയ്യുമ്പോൾ മസിൽസിന് നല്ല ടൈറ്റ് വരും, വേദന വരും. അതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിതിൽ കൂടുതലും നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഇതിനകത്ത് ചേർക്കുന്നത്, ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങളോടായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യേണ്ട വിധാനം പറയുന്നത്, വന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കാല് ഗ്യാപ്പ് കൊടുക്കുക. ഇതുപോലെ കൂടുതലൊരു ഗ്യാപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏല് കിട്ടത്തില്ല. ഇതുപോലെ ഒരു ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മുകളിലോട്ടും താഴോട്ടും ചെയ്യുക. ഓക്കെ, അധികം ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്കും എത്തിച്ചേരാൻ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ഹാപ്പി എന്നാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് ഞാൻ ഹെൽത്ത് സംബന്ധമായതും അതുപോലെ ഹാപ്പി സംബന്ധമായ ചെറിയ റീൽസൊക്കെ ഇടാറുണ്ട്, ചില ഡാൻസൊക്കെ. ഓക്കെ.